അസ്സലാമലൈക്കും. ഇന്ന് എങ്ങനെയാണ് ഇതുപോലൊരു പേട ഉണ്ടാക്കാൻ നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുക്ക് ചെയ്യാണ്ട് തന്നെ 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പേടയാണ്, അതും ബിസ്ക്കറ്റ് വെച്ചിട്ട്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് ബിസ്ക്കറ്റാണ്. ഞാനിപ്പോൾ ബ്രിട്ടാനിയയുടെ എയറോറൂട്ട് ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പം ഞാനൊരു 6 ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടാക്കണം അതിനനുസരിച്ച് ബിസ്ക്കറ്റിൻ്റെ എണ്ണം കൂട്ടാട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ബിസ്ക്കറ്റ് തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് ബിസ്ക്കറ്റാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുത്താൽ മതി. ഇതിന് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ ഒട്ടും തരിയില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇത് പൊടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഏലക്ക കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിച്ചതാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട. ഇത് പൊടിച്ചെടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കുമ്പോൾ അതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ബിസ്ക്കറ്റ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചെറിയ ബൗളിലേക്ക് അല്ലെങ്കിൽ പ്ലേറ്റിലേക്ക് എങ്ങാനും മാറ്റാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗീ ആണ് കേട്ടോ. അപ്പം നല്ല പ്യുവറായിട്ടുള്ള ഗീയാണ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ സ്മെല്ലൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ 2 ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് മറ്റുള്ള ഇൻഗ്രീഡിയൻസിലെല്ലാം മാറ്റങ്ങൾ വരുത്താം കേട്ടോ. പിന്നെ ഒരു മധുരത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളുടെ പഞ്ചസാര പൊടിച്ചതുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. എത്രത്തോളം ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ബിസ്ക്കറ്റിൽ അത്യാവശ്യം മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിന് കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൂടി പോകരുത്. കാരണം എന്താ വെച്ചാൽ നമ്മളിതിലേക്ക് ഗീയും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ ഒരു ചെറിയ നനവ് ഈ ബിസ്ക്കറ്റിന് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് മിക്സാക്കി എടുക്കാനായിട്ട്. ചപ്പാത്തിക്ക് കിട്ടുന്ന പരുവുണ്ടല്ലോ അതിനേക്കാളും കുറച്ച് ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പണിയുള്ളൂ കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് നെയ്യൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് നട്ട്സൊക്കെ പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് പേടൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്ത ഇതുപോലെ പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിസ്ത വേണം തന്നെ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കാഷ്നട്ട് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ബദാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ സോഫ്റ്റ് ആയിട്ടുള്ള പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 5 മിനിറ്റിൽ തീയൊന്നും കത്തിക്കാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പേടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്